നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു 15th ഗ്രൂപ്പ് എലമെന്റ്സിലെ ഒന്നാമത്തെ എലമെന്റ് ആയിട്ടുള്ള നൈട്രജനെ കുറിച്ചാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഡൈ നൈട്രജൻ എന്ന് കൊടുക്കാനുള്ള കാരണം നൈട്രജൻ ഇസ് എ ഡയറ്റോമിക് മോളിക്യൂൾ. രണ്ട് നൈട്രജൻ ആറ്റം കൂടി ചേർന്ന് ഡയറ്റോമിക് മോളിക്യൂൾ ആയിട്ടാണ് നൈട്രജൻ എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുക. അതുകൊണ്ടാണ് ഡൈ നൈട്രജൻ എന്ന് പറയുന്നത്. ഡൈ നൈട്രജന്റെ പ്രത്യേകത നമുക്ക് അറിയാം, ഇത് ഗ്യാസ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. നൈട്രജൻ നമ്മുടെ അറ്റ്മോസ്ഫിയറിന്റെ 72% എക്സിസ്റ്റ് ചെയ്യുന്ന എലമെന്റ് ആണ് നൈട്രജൻ. അതേപോലെ തന്നെ നൈട്രജൻ ഗ്യാസ് സ്റ്റേറ്റിലാണ്. നൈട്രജനിൽ ട്രിപ്പിൾ ബോണ്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് നൈട്രജൻ മോളിക്യൂളില്. അതുകൊണ്ട് തന്നെ അത് ഹൈലി സ്റ്റേബിൾ ആണ്. ഇനർട്ട് ആയിട്ട് വരെ ആക്ട് ചെയ്യുന്നതാണ്. നമ്മള് പിന്നെ ഏറ്റവും കൂടുതൽ നൈട്രജൻ ഉപയോഗിക്കുന്നത് നമ്മളെ രാസവളങ്ങൾ, അമോണിയ, നമ്മൾ പഠിച്ചതാണ് ഹേബർ പ്രോസസ്. ഹൈഡ്രജനും ഹൈഡ്രജനും കൂടി ചേർന്ന് അമോണിയ ഉണ്ടാകുന്ന പ്രോസസ്സിൽ ആണ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, പിന്നെ അതേപോലെ നമ്മൾ അഗ്രികൾച്ചർ പർപ്പസിനൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് നൈട്രജൻ. നൈട്രജന്റെ പ്രിപ്പറേഷൻ പ്രോപ്പർട്ടീസ്, അതിന്റെ പിന്നെ കോമ്പൗണ്ട്സിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ അടുത്തത് അമോണിയയുടെ പ്രിപ്പറേഷനാണ്. വ്യത്യസ്ത തരത്തിലുള്ള പ്രിപ്പറേഷനുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇവിടെ ഇൻഡസ്ട്രിയലി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ് നൈട്രജൻ. ദിസ് പ്രൊഡ്യൂസ്ഡ് കൊമേഴ്ഷ്യലി ബൈ ലിക്വിഫാക്ഷൻ ആൻഡ് ഫ്രാക്ഷൻ ഡിസ്റ്റിലേഷൻ ഓഫ് എയർ. ഇവിടെ രണ്ട് തരത്തിലാണ്, അല്ലെങ്കിൽ പിന്നെ ഇൻഡസ്ട്രിയൽ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പർപ്പസിന് യൂസ് ചെയ്യുന്നത് ലിക്വിഫാക്ഷൻ ആൻഡ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഓഫ് എയർ. നമ്മൾ പറഞ്ഞു അറ്റ്മോസ്ഫിയറിക് എയറിൽ 72% നൈട്രജൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ 72% നൈട്രജൻ ഉള്ള അറ്റ്മോസ്ഫിയറിക് എയറിനെ കംപ്രസ് ചെയ്ത് ലിക്വിഡ് ആക്കി മാറ്റും. ആ കംപ്രസ് ചെയ്ത് ലിക്വിഡ് ആക്കി മാറ്റിയ അതിനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തിയിട്ടാണ് നൈട്രജൻ കൊമേഴ്ഷ്യൽ പർപ്പസിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന്റെ ലബോറട്ടറി മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ലാബ്. ലബോറട്ടറി മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ബൈ ട്രീറ്റിംഗ് അക്വസ് സൊല്യൂഷൻ ഓഫ് അമോണിയം ക്ലോറൈഡ്. അമോണിയം ക്ലോറൈഡിനെ അമോണിയം ക്ലോറൈഡിന്റെ അക്വസ് സൊല്യൂഷനെ സോഡിയം നൈട്രേറ്റുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ N2 നൈട്രജൻ ഗ്യാസും വാട്ടർ H2O+ NaCl ഫോം ചെയ്യും. അപ്പോൾ അമോണിയം ക്ലോറൈഡും സോഡിയം നൈട്രേറ്റും ട്രീറ്റ് ചെയ്തിട്ടാണ് ലബോറട്ടറിയിൽ നൈട്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അതങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്, ലബോറട്ടറി മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് തന്നെ ചോദിക്കാറുണ്ട്. അടുത്തതാണ് prepared by thermal decomposition of ammonium dichromate. Ammonium dichromate NH4Cr2O7 അമോണിയം ഡൈക്രോമേറ്റിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തെർമൽ ഡികമ്പോസിഷൻ നടക്കും. ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡികമ്പോസ് ചെയ്ത് നൈട്രജൻ ഉണ്ടാവും, H2 ഉണ്ടാവും, Cr2O3 ഉണ്ടാവും. നമുക്ക് അടുത്തതാണ് തെർമൽ ഡികമ്പോസിഷൻ ഓഫ് സോഡിയം ഓർ ബേരിയം അസൈഡ്. ബേരിയം അസൈഡ് BaN3+. ബേരിയം അസൈഡിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബേരിയം അസൈഡിനെ അല്ലെങ്കിൽ സോഡിയം അസൈഡിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബേരിയം അല്ലെങ്കിൽ സോഡിയം മെറ്റലും കിട്ടും, പ്ലസ് നൈട്രജൻ ഗ്യാസ്. അപ്പൊ ഇത്രയാണ് ഇതിന്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷന്. ആദ്യത്തെ പറഞ്ഞത് കൊമേഴ്ഷ്യൽ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ. കൊമേഴ്ഷ്യൽ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ് ആദ്യം പറഞ്ഞത്. അവിടെ അറ്റ്മോസ്ഫിയറിക് എയറിന്റെ ലിക്വിഫാക്ഷനും ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനുമാണ്. ലബോറട്ടറി മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനിൽ വരുന്ന അമോണിയം ക്ലോറൈഡിന്റെയും സോഡിയം നൈട്രേറ്റിന്റെയും റിയാക്ഷൻ ആണ്. ഇപ്പോൾ നൈട്രജൻ കിട്ടും. പിന്നെ മറ്റുള്ള രണ്ടെണ്ണം തെർമൽ ഡികമ്പോസിഷൻ ആണ്. ഒന്ന് അമോണിയം ഡൈക്രോമേറ്റിന്റെ തെർമൽ ഡികമ്പോസിഷൻ ആണ്, ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നൈട്രജൻ റിലീസ് ചെയ്യും. സോഡിയം അസൈഡ് അല്ലെങ്കിൽ ബേരിയം അസൈഡിന്റെ ഹീറ്റിംഗ് ആണ്. ഇത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോഡിയം മെറ്റൽ പ്ലസ് നൈട്രജൻ അല്ലെങ്കിൽ ബേരിയം മെറ്റൽ പ്ലസ് നൈട്രജൻ റിലീസ് ചെയ്യും. ഇത്രയാണ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനിൽ പറയാനുള്ളത്. ഡൈ നൈട്രജന്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു കളർലെസ് ഓർഡർലെസ് ഗ്യാസ് ആണ്. കളർലെസ് ആണ്, ഓർഡർലെസ് ആണ്, ടേസ്റ്റ്ലെസ് ആണ്, നോൺ ടോക്സിക് ഗ്യാസ്. അതാണ് നൈട്രജന്റെ പ്രോപ്പർട്ടി. അതേപോലെ അതിന്റെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും. ഇറ്റ് ഹാസ് എ ലോ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ലോ ഫ്രീസിംഗ് പോയിന്റ്. അതേപോലെ വാട്ടറിലെ സോളിബിലിറ്റി, ഇറ്റ് ഈസ് ലെസ് സോളിബിൾ ഇൻ വാട്ടർ. വാട്ടറിലുള്ള സോളിബിലിറ്റി വളരെ കുറവാണ്, ലെസ് സോളിബിൾ ആണ്. അതേപോലെ നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെ ഇനേർട്ട് അറ്റ് റൂം ടെമ്പറേച്ചർ. അതിനുള്ള കാരണം ഇറ്റ് ഈസ് ഡ്യൂ ടു ദി ഹൈ ബോണ്ട് എൻതാൽപ്പി ഓഫ്
N ട്രിപ്പിൾ ബോണ്ട്, P മൾട്ടിപ്പിൾ ബോണ്ട് ആണ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ട്രിപ്പിൾ ബോണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അതിന്റെ ബോണ്ട് എന്താൽപി ഹൈ ആണ്. ബോണ്ട് എന്താൽപി കൂടുതലായതുകൊണ്ടാണത് ഇനേർട്ട് റൂം ടെമ്പറേച്ചറിൽ ഇനേർട്ട് ആവാനുള്ള കാരണം. അതേപോലെ നമുക്കറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും വലിയൊരു റിയാക്ഷൻ ആണ് ഹേബർ പ്രോസസ് എന്ന് പറയുന്നത്. നമുക്കറിയാം നൈട്രജനും ഹൈഡ്രജനും 773 കെൽവിനില് കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? NH3 അമോണിയ ഫോം ചെയ്യും. അത് നൈട്രജന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. നൈട്രജൻ when combined with hydrogen we will get ammonia at a temperature of 773 Kelvin and spongy ion as the catalyst. ഏറ്റവും നമ്മളെ ഇൻഡസ്ട്രിയൽ ഏറ്റവും എന്താണ് പിന്നെ അഗ്രികൾച്ചർ റവല്യൂഷന് ഏറ്റവും കാരണമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തമായിട്ടാണ് ഇതിനെ ഈ ഹേബർ പ്രോസസ്സിനെ കാണുന്നത്. അതിനുള്ള കാരണം നമ്മുടെ ഇന്നത്തെ തരത്തിലുള്ള കൾട്ടിവേഷൻ, കൃഷി ഇത്രയും വികസിക്കാനും ഇത്രയും ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാർഷിക വസ്തുക്കൾ, ഭക്ഷ്യ വസ്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടി സഹായിച്ചത് ഈ അമോണിയയുടെ ഇത്തരത്തിലുള്ള ഹേബർ പ്രോസസ് അല്ലെങ്കിൽ ഹേബർ എന്നുള്ള സയന്റിസ്റ്റിന്റെ കണ്ടുപിടുത്തമാണെന്നാണ് പറയപ്പെടുന്നത്. അതേപോലെ നൈട്രജൻ combines with dioxygen at 2000 Kelvin form nitric oxide. നൈട്രജന് ഓക്സിജനുമായിട്ട് കൂടിച്ചേർന്ന് നൈട്രിക് ഓക്സൈഡ് ഫോം ചെയ്യും at 2000 Kelvin. ഈ ഒരു പ്രോസസ്സ് ശരിക്ക് നടക്കുന്നത് നമ്മളെ ലൈറ്റ്നിങ് ഉണ്ടാകുന്ന സമയത്ത്, ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയത്ത് ഈ നൈട്രജൻ അറ്റ്മോസ്ഫിയറിലെ നൈട്രജനും ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്ത് നൈട്രിക് ഓക്സൈഡ് ഫോം ചെയ്യും. ഇത് നിങ്ങൾ പഠിച്ച ഒരു കാര്യമാണ്. നമ്മുടെ എന്താണ് ആസിഡിക് റെയിൻ അല്ലെങ്കിൽ ആസിഡ് റെയിനിന്റെ ഒരു കാരണമാകുന്നത് ഈ നൈട്രിക് ഓക്സൈഡ് റെയിൻ വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് HNO3 ഫോം ചെയ്യുന്നത്. സോ നൈട്രജൻ ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്യും, ഓക്സിജനുമായിട്ടും കമ്പൈൻ ചെയ്യും. യൂസസ് ഓഫ് ഡൈനൈട്രജൻ. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട യൂസസിൽ ഒന്നാമത്തെ യൂസ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അമോണിയയുടെ മെത്തേഡ് പ്രിപ്പറേഷൻ നൈട്രജനും ഹൈഡ്രജനും കമ്പൈൻ ചെയ്താണ് അമോണിയ ഹേബർ പ്രോസസ്സിൽ ഉണ്ടാക്കുന്നത്. അപ്പോ ഒന്നാമത് പ്രൊഡക്ഷൻ ഓഫ് അമോണിയ ഒരു യൂസ്. രണ്ടാമത് യൂസ്ഡ് ആസ് റെഫ്രിജറന്റ് ഫോർ ടു പ്രിസർവ് ബയോളജിക്കൽ മെറ്റീരിയൽസ്. ബയോളജിക്കൽ മെറ്റീരിയൽസ് ഇനേർട്ട് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഓക്സിജന്റെ പ്രസൻസ് ഒഴിവാക്കാൻ വേണ്ടി ബയോളജിക്കൽ മെറ്റീരിയൽസ് പ്രിസർവ് ചെയ്യാൻ വേണ്ടി റെഫ്രിജറന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു. അതേപോലെ ഇൻ ക്രയോ സർജറി നമ്മൾ പറയാൻ എന്താണ് ടേം ക്രയോ സർജറി ഇൻ വേർ ഇനേർട്ട് അറ്റ്മോസ്ഫിയർ ഇസ് റിക്വയർഡ്. എവിടെയാണോ ഇനേർട്ട് അറ്റ്മോസ്ഫിയർ വേണ്ടത് അത്തരത്തിലുള്ള ഇനേർട്ട് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയും നമ്മൾ നൈട്രജൻ യൂസ് ചെയ്യുന്നു. അതിന് നമ്മൾ ഈ ഒരു ടേം ക്രയോ സർജറി. എന്താണ് ക്രയോ സർജറി എന്ന് പറഞ്ഞാൽ? ക്രയോ സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ക്യാൻസർ പോലുള്ള ഡിസീസ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കറിയാം ക്യാൻസറിന്റെ പ്രത്യേകത ക്യാൻസർ ടിഷ്യൂസ് ഇങ്ങനെ പെട്ടെന്ന് മൾട്ടിപ്പിൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ആ ക്യാൻസർ ടിഷ്യൂസിനെ നശിപ്പിക്കാൻ വേണ്ടി അവിടെ നമ്മൾ ഈ ലിക്വിഡ് നൈട്രജൻ കൊണ്ടുപോയിട്ട് അവിടുന്ന് പെട്ടെന്ന് റിലീസ് ചെയ്യും. ഈ എവിടെയാണ് ശരീരത്തിൽ ഏത് ഭാഗത്താണ് ഇന്റേണൽ പാർട്ടിൽ എവിടെയാണെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് ലിക്വിഡ് നൈട്രജനെ കൊണ്ടുപോയി പെട്ടെന്ന് റിലീസ് ചെയ്യും. അവിടെ പെട്ടെന്ന് റിലീസ് ചെയ്യുന്ന സമയത്ത് അവിടെ വളരെ കൂടിയൊരു തണുപ്പ് ഫോം ചെയ്യും, ഒരു കൂളിംഗ് എഫക്ട് ഉണ്ടാവും. അതാണ് നമ്മൾ റെഫ്രിജറന്റ് ആയിട്ടും യൂസ് ചെയ്യുന്നത്. ആ കൂളിംഗ് എഫക്ട് ഉണ്ടാവും. കൂളിംഗ് എഫക്ട് ഉണ്ടാവുമ്പോൾ ആ ടിഷ്യൂസ്, ആ ഭാഗത്തുള്ള ടിഷ്യൂസ് കരിഞ്ഞു പോകും, ടിഷ്യൂസ് നശിച്ചു പോകും. കരിയാന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ടിഷ്യൂസ് അത്രയും ഇന്റൻസീവ് കോൾഡ് ഉള്ളതുകൊണ്ട് ആ ഭാഗം ആ ടിഷ്യൂസ് നശിച്ചു പോകും. ഇതിനെയാണ് നമ്മൾ ക്രയോ സർജറി എന്ന് പറയുന്നത്. ഇത്രയാണ് ഇതിന്റെ അമോണിയയുടെ യൂസസ്. നൈട്രജന്റെ കോമ്പൗണ്ട് ആയിട്ടുള്ള അമോണിയയെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം അമോണിയയെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഏറ്റവും ഇൻഡസ്ട്രിയലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ് അമോണിയ. നൈട്രജൻ ഇൻഡസ്ട്രിയലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട്. മറ്റു വേറെ കോമ്പൗണ്ടുകളുടെ അതിൽപ്പെട്ട ഒരു കോമ്പൗണ്ടാണ് അമോണിയ. നമുക്കറിയാം ഹേബർ പ്രോസസ്സിലൂടെയാണ് അമോണിയ പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. അടുത്തത് പ്രിപ്പറേഷൻ ഓഫ് അമോണിയ. നമുക്ക് ആദ്യം അതിന്റെ നാച്ചുറൽ ഫോർമേഷൻ, എങ്ങനെയാണ് നാച്ചുറൽ ആയിട്ട് അമോണിയ ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഡികമ്പോസിഷൻ ഓഫ് നൈട്രജനസ് ഓർഗാനിക് മാറ്റർ. നൈട്രജനസ് ഓർഗാനിക് മാറ്ററിന്റെ ഡികമ്പോസിഷനിലൂടെ NH2CO NH2 പ്ലസ് വാട്ടർ. NH2CO NH2 യൂറിയ.
plus water gives ammonium carbonate. NH4 twice CO3 ammonium carbonate. Ammonium carbonate എന്തായിട്ട് ഡികമ്പോസ് ചെയ്യും? അമോണിയ പ്ലസ് വാട്ടർ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് ഡികമ്പോസ് ചെയ്യും. ഇതാണ് ഡികമ്പോഷൻ ഓഫ് നൈട്രജനസ് ഓർഗാനിക് മാറ്റർ. നൈട്രജനസ് ഓർഗാനിക് മാറ്ററിലുള്ള യൂറിയ വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്ത് അമോണിയം കാർബണേറ്റ് ആവുമ്പോൾ അമോണിയം കാർബണേറ്റ് അമോണിയയും വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡായിട്ട് ഡികമ്പോസ് ചെയ്യുന്നതാണ്. ദെൻ അടുത്തതാണ് ബൈ ട്രീറ്റിംഗ് വിത്ത് അമോണിയം സാൾട്ട്, ട്രീറ്റിംഗ് അമോണിയം സാൾട്ട് വിത്ത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഓർ കാസ്റ്റിക് സോഡ. കാൽസ്യം ഹൈഡ്രോക്സൈഡുമായിട്ടോ സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ടോ അമോണിയം സാൾട്ടുകൾ, അമോണിയം ക്ലോറൈഡ് ആവാം, അമോണിയം സൾഫേറ്റ് ആവാം. അമോണിയം ക്ലോറൈഡോ അമോണിയം സൾഫേറ്റോ കാൽസ്യം ഹൈഡ്രോക്സൈഡുമായിട്ടോ സോഡിയം ഹൈഡ്രോക്സൈഡ് കോസ്റ്റിക് സോഡയുമായിട്ടോ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഡക്റ്റ് ഒന്നാമത്തെ അമോണിയം ക്ലോറൈഡ് പ്ലസ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഗീവ്സ് NH3 പ്ലസ് H2O പ്ലസ് കാൽസ്യം ക്ലോറൈഡ്. രണ്ടാമത്തെ അമോണിയം സൾഫേറ്റ്, അമോണിയം സാൾട്ട് ആണ്, അമോണിയം സൾഫേറ്റ് പ്ലസ് കോസ്റ്റിക് സോഡ സോഡിയം ഹൈഡ്രോക്സൈഡ് ഗീവ്സ് അമോണിയ പ്ലസ് വാട്ടർ പ്ലസ് സോഡിയം സൾഫേറ്റ്. ദെൻ മറ്റൊരു മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ് മാനുഫാക്ചേർഡ് ബൈ ഹേബർ പ്രോസസ്. നമുക്കറിയാം ഇൻഡസ്ട്രിയൽ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് അമോണിയ, ദാറ്റ് ഈസ് കോൾഡ് ഹേബർ പ്രോസസ്. പ്രഷർ 200 atm, ടെമ്പറേച്ചർ 700 Kelvin അല്ലെങ്കിൽ 773 Kelvin. സ്പോഞ്ചി അയൺ ഓക്സൈഡ് കാറ്റലിസ്റ്റ് Al2O3 പ്ലസ് K2O ഇതിന്റെ മിക്സർ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു. ഇതാണ് അമോണിയയുടെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ. പ്രോപ്പർട്ടീസ് ഓഫ് അമോണിയ: കളർലെസ് ഗ്യാസ് വിത്ത് പഞ്ചന്റ് സ്മെൽ. നമ്മൾ അമോണിയയെ കുറിച്ച് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അത് കളർലെസ് ഗ്യാസ് ആണ്, ഇത് സ്മെല്ല് പഞ്ചന്റ് സ്മെല്ലാണ്. അതായത് ഫ്രീസിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ബിലോ 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. 0 ഡിഗ്രി സെൽഷ്യസിന് താഴെയാണ് ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും. ഹയർ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്സ് ആർ എക്സ്പെക്ടഡ് ഓൺ ദി ബേസ് ഓഫ് മോളിക്കുലർ മാസ് ഡ്യൂ ടു ഹൈഡ്രജൻ ബോണ്ട്. ഇവിടെ നമ്മൾ ഹയർ മെൽറ്റിംഗ് പോയിന്റ് എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും മോളിക്കുലർ മാസ് വെച്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും ഹയർ ആയിട്ടുള്ള ഒരു മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റുമാണ് നമുക്ക് അമോണിയയുടെ കേസിൽ കാണാൻ പറ്റും. അപ്പോൾ അതിന്റെ മോളിക്കുലാർ മാസ് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റിനേക്കാളും കൂടിയ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റാണ് അമോണിയക്കുള്ളത്. അതിനുള്ള കാരണം ദി പ്രസൻസ് ഓഫ് ഹൈഡ്രജൻ ബോണ്ട്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഹൈഡ്രജൻ ബോണ്ടുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഹൈഡ്രജൻ ബോണ്ട് അമോണിയയിൽ എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് എക്സ്പെക്ട് ചെയ്യുന്നതിന് മോളിക്കുലാർ മാസ് വെച്ച് എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും വലിയൊരു മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും അമോണിയക്ക് ഉണ്ടാവാനുള്ള കാരണം. അമോണിയയുടെ സ്ട്രക്ചർ നമ്മൾ നേരത്തെ പറഞ്ഞു, ട്രയാഗണൽ പിരമിഡൽ സ്ട്രക്ചർ ആണ്. അതിനുള്ള കാരണമൊക്കെ പറഞ്ഞു. 3 ഹൈഡ്രജൻ ബേസിൽ വരും, മുകളിൽ ലോൺ പെയർ ആണ് വരിക. ഹൈലി സോളിബിൾ ഇൻ വാട്ടർ, വാട്ടറിൽ ഹൈലി സോളിബിൾ ആണ്. അത് നിങ്ങൾ മുമ്പ് ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഫൗണ്ടൈൻ എക്സ്പെരിമെന്റ്, വാട്ടർ ഫൗണ്ടൈൻ എക്സ്പെരിമെന്റ് എന്നുള്ളൊരു കാര്യം ലോവർ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചതാണ്. അതിന്റെ വീഡിയോ ഇതിന്റെ ഈ സ്ലൈഡിന് ശേഷം നമുക്ക് കാണിച്ചു തരാം. എന്താണ് ഈ ഫൗണ്ടൈൻ എക്സ്പെരിമെന്റ് നിങ്ങൾ കണ്ടതാണ്. അതായത് ഒരു റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് എടുത്തിട്ട് അതിൽ അമോണിയ ഗ്യാസ് നിറച്ചിട്ട് അതിൽ സിറിഞ്ച് ഉപയോഗിച്ച് കുറച്ച് വാട്ടർ സ്പ്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ അത് പെട്ടെന്ന് അതിനുള്ള വാക്യൂം ക്രിയേറ്റ് ചെയ്യുകയും പുറത്തു നിന്ന് വെച്ചിട്ടുള്ള ഫിനോഫ്തലിന്റെ ലിക്വിഡ് അതിലേക്ക് സ്പ്രേ ചെയ്യുന്നതായിട്ടുള്ള എക്സ്പെരിമെന്റ് അത് നമുക്ക് കാണാം. അതായത് അമോണിയം സാൾട്ട് വിത്ത് ആസിഡ്സ്, ഏത് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ HCl-ഉമായിട്ടാണ് അമോണിയ റിയാക്ട് ചെയ്തതെങ്കിൽ അമോണിയം ക്ലോറൈഡ് ഉണ്ടാവും. അത് നൈട്രിക് ആസിഡുമായിട്ടാണ് അമോണിയം നൈട്രേറ്റ് ഉണ്ടാവും. സൾഫ്യൂരിക് ആസിഡ് ആയിട്ടുമാണെങ്കിൽ അമോണിയം സൾഫേറ്റ് ഉണ്ടാവും. അതേപോലെ precipitate the hydroxides of many metals from their salt solution. സാൾട്ട് സൊല്യൂഷനിൽ നിന്ന് ചില ഉദാഹരണത്തിന് സിങ്ക് സൾഫേറ്റ്, FeCl3 പെറിക്ലോറൈഡ് ഒക്കെ. അപ്പൊ ഇത് സിങ്ക് സൾഫേറ്റിലേക്ക് അമോണിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിങ്ക് ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യും. അതിന്റെ പ്രത്യേകത അത് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്. നിങ്ങൾ പ്രാക്ടിക്കലിന് ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. അതായത് സിങ്കിന്റെ പ്രസൻസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. സിങ്കിന്റെ സാൾട്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് അമോണിയം ഹൈഡ്രോക്സൈഡ് ഒഴിച്ചു കഴിഞ്ഞാൽ 4th ഗ്രൂപ്പാണ് സിങ്ക്. 4th ഗ്രൂപ്പ് പ്രാക്ടിക്കൽ ചെയ്യുന്ന നമ്മുടെ കാറ്റലിസ്റ്റിന്റെ ഗ്രൂപ്പ്, കാറ്റയോണിന്റെ ഗ്രൂപ്പില് 4th ഗ്രൂപ്പാണ്. 4th ഗ്രൂപ്പ് ഐഡന്റിഫൈ ചെയ്യാം. ഈ സിങ്ക് ഉള്ള സാൾട്ടിലേക്ക് നമ്മൾ അമോണിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ സിങ്ക് ഉണ്ട് എന്ന് പറയാം. അപ്പൊ അവിടെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടാനുള്ള കാരണം എന്താ? സിങ്ക് ഹൈഡ്രോക്സൈഡിന്റെ ഫോർമേഷൻ ആണ്. അതോടൊപ്പം തന്നെ അമോണിയം സൾഫേറ്റ് ഉണ്ടാവും.
നമ്മൾ ഫെറിക്ലോറൈഡിലേക്ക് അമോണിയം ഹൈഡ്രോക്സൈഡ് ചേർക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ Fe2O3 XH2 എന്നുള്ള ഒരു ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡ് കിട്ടും, പ്ലസ് അമോണിയം ക്ലോറൈഡും ഫോം ചെയ്യും. ഇത്രയാണ് ഇതിന്റെ പ്രോപ്പർട്ടീസ്. കുറച്ചും കൂടി പ്രോപ്പർട്ടീസും കൂടി ഇതിന്റെ കണ്ടിന്യൂഷൻ ആയി. പ്രസൻസ് ഓഫ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഇൻ നൈട്രജൻ അമോണിയ മോളിക്യൂൾ മേക്ക് ഇറ്റ് ആസ് എ ലൂയിസ് ബേസ്. നേരത്തെ പറഞ്ഞ കാര്യമാണ് നൈട്രജൻ ആറ്റത്തിലുള്ള ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ അല്ലെങ്കിൽ നൈട്രജൻ ആറ്റത്തിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ എക്സിസ്റ്റ് ചെയ്യുന്നതാണ് അമോണിയ ലൂയിസ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ആ നൈട്രജനിലുള്ള ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ലോസ് ചെയ്യാനുള്ള എബിലിറ്റിയാണ് അമോണിയയെ ലൂയിസ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. ഡൊണേറ്റ് ഇലക്ട്രോൺസ് ആൻഡ് ഫോംസ് ലിങ്കേജ് വിത്ത് മെറ്റൽ അയൺ leads to complex formation. Test for detection of metals. ഈ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്ത് മെറ്റൽ അയോണുമായിട്ട് ലിങ്കേജ് ഉണ്ടാക്കാനുള്ള എബിലിറ്റിയാണ് നമ്മള് മെറ്റൽസിന്റെ ടെസ്റ്റിന് വേണ്ടി ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതിൽ കോപ്പർ, സിൽവർ. കോപ്പറിലേക്ക് അമോണിയ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പർ അമോണിയ കോംപ്ലക്സ് ഉണ്ടാവും, ഡീപ് ബ്ലൂ കളറാണ് ഉണ്ടാവും. അപ്പൊ കോപ്പർ മെറ്റൽ അയോൺ ഉള്ള ഒരു സൊല്യൂഷനിലേക്ക് അമോണിയം ഹൈഡ്രോക്സൈഡ് അമോണിയ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പറും അമോണിയയും കൂടി ഒരു കോംപ്ലക്സ് ഉണ്ടാക്കും. കോപ്പറും അമോണിയയും കോംപ്ലക്സ് ഉണ്ടാക്കും. ആ കോംപ്ലക്സിന്റെ കളറ് ഡീപ് ബ്ലൂ കളറായിരിക്കും. അപ്പൊ നമുക്ക് കോപ്പറിലേക്ക് അമോണിയ ആഡ് ചെയ്യുന്ന സമയത്ത് ഡീപ് ബ്ലൂ കളർ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് പിന്നെ അവിടെ കോപ്പറിന്റെ പ്രസൻസ്. അല്ലെങ്കിൽ കോപ്പറിലേക്ക് നല്ല നമുക്ക് തന്നിട്ടുള്ള സാൾട്ടിലേക്ക് അമോണിയ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡീപ് ബ്ലൂ കളർ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് കോപ്പറിന്റെ പ്രസൻസ് ഐഡന്റിഫൈ ചെയ്യാം. മറ്റൊന്ന് സിൽവർ. AG നിങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യുന്നതാണ്. AG പ്ലസ് Cl മൈനസ് സിൽവർ ക്ലോറൈഡ്. AgCl വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ്. ഈ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉള്ള, അതായത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് പിന്നെ ക്ലോറൈഡിന്റെ ടെസ്റ്റ് ചെയ്യാൻ സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് AgCl ഉണ്ടാവും. അപ്പൊ നമുക്ക് അതിന്റെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ്. ആ AgCl അമോണിയ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് കളർലെസ് ആയിട്ട് മാറുന്നതായിട്ട് കാണാം. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് AgCl ഉള്ള വൈറ്റ് പ്രസിപ്പിറ്റേറ്റിലേക്ക് അമോണിയ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അമോണിയ സിൽവർ കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. ആ കോംപ്ലക്സ് കളർലെസ് ആണ്. അപ്പൊ കളർലെസ് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ക്ലോറിന്റെ പ്രസൻസ് നമുക്ക് പിന്നെ കൺഫേം ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് രണ്ടും ഇവിടെ സിൽവറിന്റെ ടെസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം, അതേപോലെ ക്ലോറിന്റെ ടെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം, കോപ്പറിന്റെ ടെസ്റ്റ് ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഇതിലൊക്കെ ഉള്ള പ്രോപ്പർട്ടി എന്താണ്, മെറ്റലുമായിട്ട് അമോണിയയുടെ ഇലക്ട്രോൺ മെറ്റലിന് ഡൊണേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന ലിങ്കേജ് ആണ്. അങ്ങനെ ഡൊണേറ്റ് ചെയ്യാനുള്ള കാരണം മെറ്റൽസ് ആർ ഇലക്ട്രോ പോസിറ്റീവ്, മെറ്റൽസ് ഹാവ് എ ടെൻഡൻസി ടു ഫോം കോംപ്ലക്സ് വിത്ത് ദീസ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി അമോണിയ. യൂസസ് ആണ്, അമോണിയയുടെ യൂസസ് ആണ് അടുത്തത്. ആസ് എ റെഫ്രിജറന്റ് ആയിട്ട് അമോണിയ ഒരു റെഫ്രിജറന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു. നമുക്കറിയാം നമ്മുടെ ഐസ് പ്ലാന്റുകളിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ പിന്നെ കേൾക്കുന്ന ഒരു കാര്യം പിന്നെ ഐസുകളിലൊക്കെ അമോണിയയുടെ പ്രസൻസ് ഉണ്ട്. അതിനുള്ളൊരു കാരണം നമ്മളെ മീനിലിടാനൊക്കെ വാങ്ങുന്ന ഐസിലൊക്കെ അമോണിയയുടെ പ്രസൻസ് ഉണ്ടെന്നാണ് റെഫ്രിജറന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഐസ് പ്ലാന്റിന്റെ മുന്നിലൊക്കെ ഒരു പൈപ്പ് ഇങ്ങനെ പിന്നെ ഇങ്ങനെ വളഞ്ഞ കുറെ പൈപ്പുകളും അതിന്റെ മുകളിലൂടെ വെള്ളം ഇങ്ങനെ പിന്നെ എപ്പോഴും ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുന്നതും കാണാം. ആ പൈപ്പിലുള്ളത് പിന്നെ അമോണിയ ഗ്യാസ് ആണ്. ഈ അമോണിയ ഗ്യാസ് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കൂൾ ചെയ്ത് കംപ്രസ് ചെയ്ത് ലിക്വിഡ് ആക്കാൻ വേണ്ടി കൂൾ ചെയ്യാൻ വേണ്ടിയാണ് സംഗതി ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരു റെഫ്രിജറന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അമോണിയയാണ്. അതേപോലെ ടു പ്രൊഡ്യൂസ് നൈട്രജനസ് ഫെർട്ടിലൈസേഴ്സ്, ഇതാണ് എക്സാമ്പിൾ യൂറിയ, അമോണിയം നൈട്രേറ്റ് ഒക്കെ, യൂറിയയും അമോണിയം നൈട്രേറ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി നൈട്രജനസ് ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി അമോണിയ യൂസ് ചെയ്യുന്നു. And also used in the manufacture of inorganic nitrogen compounds like HNO3 nitric acid പോലെയുള്ള ഇനോർഗാനിക് നൈട്രജൻ കോമ്പൗണ്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയും അമോണിയ യൂസ് ചെയ്യുന്നു. ഇൻവേർ ഇനേർട്ട് ഇത്രയും 3 കാര്യങ്ങൾ. ഇനേർട്ട് അറ്റ്മോസ്ഫിയർ ഇല്ല, ഇത് പിന്നെ നൈട്രജന്റെ കേസാണ്. പിന്നെ അമോണിയയുടെ കേസിൽ റെഫ്രിജറന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു. അതേപോലെ നൈട്രജൻ ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. നൈട്രിക് ആസിഡ് പോലെയുള്ള പിന്നെ ഇനോർഗാനിക് നൈട്രജൻ കോമ്പൗണ്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയും അമോണിയ യൂസ് ചെയ്യും. ഇത്രയാണ് ഇതിന്റെ അമോണിയയുടെ യൂസസ്. ഈ 3 മാത്രമാണ് അമോണിയയുടെ യൂസസ്. അടുത്തത് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ അല്ലെങ്കിൽ നൈട്രജൻ ഓക്സൈഡ്സ്. നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഒരു പിന്നെ ചാർട്ടാണ്, ടെക്സ്റ്റിലുള്ള ഒരു ചാർട്ട്. അതിന്റെ പേര്
ഓക്സൈഡ്സിന്റെ പേര്, അതിന്റെ ഫോർമുല, ഓക്സിഡേഷൻ നമ്പർ. അപ്പൊ നമ്മൾ ഇതിലെല്ലാം നമുക്ക് പിന്നെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് അതിലൂടെ പോവാ, ടെക്സ്റ്റിൽ കൊടുത്തുകൊണ്ട് അതിലൂടെ ഒന്ന് പോവാന്നുള്ളൂ. ഒന്നാമത്തെ ഡൈനൈട്രജൻ ഓക്സൈഡ് N2O +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. NO നൈട്രജൻ മോണോക്സൈഡ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഡൈനൈട്രജൻ ട്രൈഓക്സൈഡ് N2O3 +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഹൈഡ്രജൻ ഡയോക്സൈഡ് NO2 +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഡൈനൈട്രജൻ ടെട്രോക്സൈഡ് +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഡൈനൈട്രജൻ പെന്റോക്സൈഡ് +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതിന്റെ ഫിസിക്കൽ അപ്പിയറൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പിന്നെ പരീക്ഷയ്ക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല. ഏതെങ്കിലും 2 നിർബന്ധമാണ്. ഏതെങ്കിലും 2 ഓക്സൈഡിന്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ നിർബന്ധമായിട്ടും ഓർത്തു വെക്കുക. അമോണിയം നൈട്രേറ്റ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ N2O + 2H2O. സോഡിയം നൈട്രൈറ്റ് FeSO4ഉം പിന്നെ സൾഫ്യൂരിക് ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് NO നൈട്രജൻ മോണോക്സൈഡ് ഫോം ചെയ്യും. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള, അതേപോലെ ഇവിടെ ഈ ഒരു റിയാക്ഷൻ NO2 കൺവേർട്ടഡ് ടു N2O4, ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ്. NO2 കൺവേർട്ടഡ് ഇൻടു N2O4. നമുക്ക് അടുത്ത ഇതിൽ പഠിക്കാണ്ട് പിന്നെ ഡൈമറൈസേഷൻ why NO2 ഡൈമറൈസേഷൻ, എന്തുകൊണ്ട് NO2 ഡൈമറൈസ് ചെയ്യുന്നു, കമ്പൈൻ ചെയ്യുന്നു. അപ്പോൾ ഏതെങ്കിലും 2 പിന്നെ ഏറ്റവും ചെറിയ ഏതെങ്കിലും 2 മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ, ഓക്സൈഡിന്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ പഠിച്ചു വെക്കുക. അതോടൊപ്പം തന്നെ നൈട്രജൻ ഓക്സൈഡിന്റെ ഏതെങ്കിലും 2 മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ പഠിക്കുമ്പോൾ അതോടൊപ്പം തന്നെ അതിന്റെ 2 സ്ട്രക്ചറുമാണ് നമ്മൾ പഠിച്ചു വെക്കുന്നത്. ഏതെങ്കിലും 2 സ്ട്രക്ചർ നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. അപ്പൊ അതിലേറ്റവും ഒന്ന് പിന്നെ പറയുന്നത് നിർബന്ധമായിട്ടും നമുക്ക് ഓർത്തു വെക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഓർത്തു വെക്കേണ്ട ഒരു സ്ട്രക്ചറാണ് NO2 സ്ട്രക്ചർ. കാരണം ഒന്നാമത്തെ അത് പോളിമറിക് റെസണൻസ് സ്ട്രക്ചറാണ്. ഒരു ഓക്സിജനിൽ 6 ഇലക്ട്രോൺ അല്ലെങ്കിൽ 3 ലോൺ പെയർ ഓഫ് ഇലക്ട്രോണും ഈ നൈട്രജനിൽ ഒരു സിംഗിൾ ഇലക്ട്രോണും, അപ്പുറത്തെ രണ്ടാമത്തെ ഓക്സിജനിൽ 2 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസും ഒരു സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് എക്സിസ്റ്റ് ചെയ്യുന്ന നേരെ ഓപ്പോസിറ്റ് സ്ട്രക്ചറിലതാണ് NO2 സ്ട്രക്ചർ. അത് നമ്മൾ ഓർത്തു വെക്കണം എന്ന് പറയാൻ കാരണം ഇത് നമുക്ക് why NO2 ഡൈമറൈസസ് എന്നുള്ളതിന് നമുക്ക് ഈ സ്ട്രക്ചർ വെച്ച് നമുക്ക് ഈ ഓഡ് ഇലക്ട്രോൺ ഇവിടെയുള്ള ഈ ഓഡ് ഇലക്ട്രോൺ വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ഒരു സ്ട്രക്ചർ ഇത് ഓർത്തു വെക്കുക, ഇതിന്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓർത്തു വെക്കുക. വേറെ ഏതെങ്കിലും ഇതിലുള്ള ഒരു മോളിക്യൂളിന്റെ പിന്നെ ഓക്സൈഡിന്റെ സ്ട്രക്ചറും ഏതെങ്കിലും 2 ഓർത്തു വെക്കുക. ടെക്സ്റ്റിൽ നിന്ന് ഏതെങ്കിലും നിങ്ങൾക്ക് സൗകര്യപ്പെടുന്ന സ്ട്രക്ചർ, കൂടുതൽ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമെന്ന് തോന്നുന്ന ഏതെങ്കിലും ഇലക്ട്രോണിക് സ്ട്രക്ചർ ആണ് വേണ്ടത്. ഇതിന്റെ ഈ ഭാഗത്ത് കിടക്കുന്ന ബോണ്ട് റെപ്രസെന്റേഷൻ അല്ല, മറിച്ച് റെസണൻസ് സ്ട്രക്ചർ ആണ് വേണ്ടത്. അത് പ്രത്യേകം ഓർത്ത് വെക്കുക. റെസണൻസ് സ്ട്രക്ചർ ആണ്, ബോണ്ട് സ്ട്രക്ചർ അല്ല. ഇലക്ട്രോണുകൾ ഉൾപ്പെടുന്ന റെസണൻസ് സ്ട്രക്ചർ ആണ്. ഏതെങ്കിലും 2 പഠിച്ചു വെക്കുക. ഒന്ന് എപ്പോഴും തന്നെ ആയിക്കോട്ടെ, NO2 സ്ട്രക്ചർ ആയിക്കോട്ടെ. ഇത് നമുക്ക് അടുത്തത് പഠിക്കാനുള്ളതുകൊണ്ടാണ്. നമ്മൾ പറഞ്ഞു വന്ന നേരത്തെ മുതൽ പറയുന്നതാണ് NO2മായി ബന്ധപ്പെട്ട ഒരു കാര്യം. നമ്മൾ നേരത്തെ കണ്ടു. NO2 പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് why NO2 ഡൈമറൈസസ്, എന്തുകൊണ്ടാണ് NO2 ഡൈമറൈസ് ചെയ്യാനുള്ള കാരണം. അതാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. NO2 ഡൈമറൈസസ് because NO2 contains odd number of valence electron and behaves as a typical odd molecule. On dimerization, it is converted into a stable N2O4 molecule with even number of electrons. അപ്പോൾ 2 കാര്യങ്ങളൊന്ന് ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺ, അതവിടെ ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോണും അതേപോലെ ഈവൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. നമ്മൾ നേരത്തെ കണ്ടു നൈട്രജനിലെ ഒരു സിംഗിൾ ഇലക്ട്രോൺ ആണുള്ളത്. അതാണ് ആ ഓഡ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ NO2 ഡൈമറൈസ് ചെയ്യാനുള്ള കാരണം why NO2 പരീക്ഷയ്ക്ക് ഉണ്ടാവുന്നത് why NO2 ഡൈമറൈസസ്. NO2 ഡൈമറൈസസ് because in NO2 അല്ലെങ്കിൽ NO2 contains odd number of valence electron and behave as a typical odd molecule. നമുക്കറിയാം ഓഡ് ഇലക്ട്രോണിന്റെ പ്രത്യേകത അതിന്റെ എനർജി കൂടുതലായിരിക്കും, എനർജി കൂടുമ്പോൾ സ്റ്റെബിലിറ്റി കുറവായിരിക്കും. ഇത് ഡൈമറൈസ് ചെയ്യുമ്പോഴോ, ആ ഡൈമറൈസ് ചെയ്യുമ്പോൾ നൈട്രജനിലുള്ള സിംഗിൾ ഇലക്ട്രോൺ ആണ് രണ്ടാമത്തെ നൈട്രജന്റെ സിംഗിൾ ഇലക്ട്രോൺ തമ്മിൽ ഒരു ബോണ്ട് ഫോം ചെയ്യുന്നത്. അതോടുകൂടി ഇലക്ട്രോൺ പെയറിംഗ് നടന്നു, then it will become stable. അതേപോലെ ഇവിടെ ഈവൻ നമ്പർ N2ലുള്ള ഇലക്ട്രോണിൽ ഈവൻ നമ്പർ വരും. അതുകൊണ്ടാണ് NO2 ഡൈമറൈസ് ചെയ്യുന്നത്. ഇപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുക why NO2 ഡൈമറൈസസ് എന്നുള്ളതാണ്. ഏറ്റവും കഥറായിട്ട് പറയാനുള്ളത് NO2 ആണെങ്കിൽ നൈട്രജനിൽ സിംഗിൾ ഇലക്ട്രോൺ,
സിംഗിൾ ഇലക്ട്രോൺ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഓഡ് ഇലക്ട്രോൺ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഡൈമറൈസ് ചെയ്യുന്നതോടുകൂടി ഈവൻ ഇലക്ട്രോൺ ആയിട്ട് മാറും. അപ്പൊ എനർജി കുറയും, സ്റ്റെബിലിറ്റി കൂടും. അങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയാണ് NO2 ഡൈമറൈസ് ചെയ്യുന്നത്.